ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥയെ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരിക്കുന്ന മലയാള സിനിമയാണ് സർവ്വമായ. ചിത്രത്തിൽ അജു വർഗീസ്, ജനാർദ്ദനൻ, റിയ ഷിബു, പ്രിറ്റി മുകുന്ദൻ, മധു വാര്യർ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ 11ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 5,72,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 51 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 12ാം ദിവസവും രണ്ടാമത്തെ തിങ്കളാഴ്ചയും കൂടിയായി ഇന്ന് കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധ്യത 2.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 12 ദിവസം കൊണ്ട് 53 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 115 കോടി റേഞ്ചിലുമാണ്. തളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥ സംവിധാനം ചെയ്ത് പൊങ്കൽ റിലീസായി ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററെത്തുന്ന തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ജനനായകൻ. പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, പ്രകാശ് രാജ്, നരേൻ, പ്രിയാമണി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമയുടെ ഇന്ന് വൈകിട്ട് 6 മണിയോടെ പുറത്തു വന്ന പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം കേരളത്തിൽ 2 കോടി 46 ലക്ഷം രൂപയും കർണാടകയിൽ 5 കോടി 19 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 1 കോടി 89 ലക്ഷം രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 49 ലക്ഷം ഉൾപ്പെടെ 10 കോടി 3 ലക്ഷം രൂപയാണ് 6 മണിയോടെ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $3.19 മില്യൺ, അതായത് 28 കോടി 80 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 38 കോടി 83 ലക്ഷം രൂപയാണ് വൈകിട്ട് 6 മണി വരെ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളനുസരിച്ച് ഈ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായി US സർട്ടിഫിക്കറ്റ് ചിത്രത്തിന് ലഭ്യമായിട്ടുണ്ട്. ശിവകാർത്തികേയൻ നായകനായി സുധാ കൊങ്ങര തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 10 പൊങ്കൽ റിലീസായി തീർന്ന തമിഴ് സിനിമയാണ് പരാശക്തി. രവി മോഹൻ, അഥർവ, ശ്രീലീല, ഗുരു സോമസുന്ദരം, ബേസിൽ ജോസഫ്, റാണ ദഗപതി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെയും റിലീസിംഗ് പ്രഖ്യാപിച്ചെങ്കിലും സെൻസറിംഗ് നീണ്ടുപോകുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തു വന്ന വാർത്തകളനുസരിച്ച് ഈ സിനിമയുടെയും സെൻസറിംഗ് പൂർത്തിയായി US സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. റെഡ് ജയന്റ് മൂവീസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയുടെ കേരള വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുലം മൂവീസാണ്. പ്രഭാസ് നായകനായി മാരുതി രചനയും സംവിധാനവും നിർവഹിച്ച് ജനുവരി 9 പൊങ്കൽ റിലീസായി തീരെടുക്കുന്ന തെലുങ്ക് ഫാന്റസി ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് ദി രാജ സാബ്. ചിത്രത്തിൽ സഞ്ജയ് ദത്ത്, ബൊമൻ ഇറാനി, മാളവിക മോഹനൻ, റിദ്ധി കുമാർ, നിധി അഗർവാൾ, സറീന വഹാബ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേറ്റ് പ്രകാരം 8 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുലം മൂവീസാണ്. മമ്മൂട്ടി കമ്പനിയുടെ മാറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് കളങ്കാവൽ. സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 31 ദിവസത്തെ കേരള കളക്ഷൻ 37 കോടി 32 ലക്ഷം രൂപയാണ്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 31 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 83 കോടി 80 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഡിസംബർ 5 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യദർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 31 ദിവസത്തെ കേരള കളക്ഷൻ 7 കോടി 10 ലക്ഷം രൂപയാണ്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് 926 കോടി 75 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 31 ദിവസം കൊണ്ട് 280 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 1206 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമ 31 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ജിയോ മൂവീസ് ഇന്ന് പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 31 ദിവസം കൊണ്ട് 1240 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നവാഗതനായ സുരേഷ് രാജകുമാരി തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 തിയേറ്ററിലെത്തിയ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് സിറായി. ചിത്രത്തിൽ വിക്രം പ്രഭു, LK അക്ഷയ് കുമാർ, അനിഷ്മ അനിൽകുമാർ, ആനന്ദ തമ്പുരാജ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 12,30,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 18 കോടി 18 ലക്ഷം രൂപയാണ്. വിദേശ കളക്ഷനായി ഈ സിനിമ 11 ദിവസം കൊണ്ട് $96,000 കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 86,40,000 രൂപ. ടോട്ടൽ 11 ദിവസം കൊണ്ട് 20 കോടി 90 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. കിച്ച സുദീപ് നായകനായ കന്നഡ ആക്ഷൻ ത്രില്ലർ സിനിമ മാർക്ക് തിയേറ്ററിലെത്തിയത് ഡിസംബർ 25 വിജയ് കാർത്തികേയ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നവീൻ ചന്ദ്ര, യോഗി ബാബു, ഗുരു സോമസുന്ദരം, ഡ്രാഗൻ മഞ്ജു, മലയാളി താരം ഷൈം ടോം ചാക്കോ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് കർണാടകയിൽ നിന്ന് 29 കോടി 65 ലക്ഷം രൂപയും തമിഴ്നാട് കളക്ഷനായി 40 ലക്ഷം രൂപയുമാണ് നേടിയെടുത്തത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 10 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 11 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ $2,85,000, അതായത് 2 കോടി 57 ലക്ഷം രൂപ. ടോട്ടൽ 33 കോടി 72 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി 11 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.